ഹലോ ഗൈസ്, ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നു ഇന്നെന്താ വണ്ടിയിലിരുന്ന് വീഡിയോ ആണ് ഇത്. ഇന്ന് ഞാൻ മാരുതി ഇഗ്നിസിൻ്റെ ചില ഹിഡൻ ഫീച്ചേഴ്സ് കാണിച്ചു തരാണ്ടിട്ട്. അതായത് ഒരു 3 ഫീച്ചറേ ഞാൻ കാണിക്കുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതൊന്ന് കണ്ടു നോക്കുക. ഫസ്റ്റ് ഫീച്ചർ, ഈ ഇൻഫോ എന്നുള്ള ബട്ടൺ ലോങ് പ്രസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് മെനു തെളിഞ്ഞു വരും. ഇനി അവിടെ നമ്മൾ താഴോട്ട് പോവുക. ഇങ്ങനെ ആ പ്ലസ് മൈനസ് ഉണ്ടാവും റൈറ്റ് സൈഡ്. ആ സ്വിച്ചിന് ഞെക്കി കഴിഞ്ഞാൽ താഴോട്ട്. അപ്പോൾ താഴോട്ട് ഇങ്ങനെ പോയി 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 ആൻറ്റി തെഫ്റ്റ് എത്തി. ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വരിക. എന്നിട്ട് ഷോക്ക് സെൻസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇത് ഓൺ ആക്കി വയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് ഓൺ ചെയ്യണം. ഓക്കെ, സക്സസ്ഫുൾ. ഇനി വീണ്ടും താഴത്തെ ആ ഷോക്ക് സെൻസർ പി എടുത്തിട്ട് ലെവൽ 7 സെറ്റ് ചെയ്യുക. കാരണം 7 ആകുമ്പോൾ അതിൻ്റെ ഗുണം ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ 7 സക്സസ്ഫുൾ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡോർ അടച്ച് ലോക്ക് ചെയ്തിട്ട് അതിന് ശേഷം എല്ലാം ഈ കാറിൻ്റെ ഇവിടെ നമ്മളിപ്പോൾ ജസ്റ്റ് തൊട്ട് നോക്കി അടിച്ചാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷേ ശക്തമായിട്ട് അടിച്ചു കണ്ട, അത് സൗണ്ട് വന്നാണ്ട. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഓക്കെ, ഇനി അടുത്ത ഫീച്ചർ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനു എടുക്കട്ടെ കേട്ടോ. നമ്മളിങ്ങനെ താഴത്തേക്ക് വന്നു കഴിയുമ്പോൾ ലൈറ്റ്സ് കണ്ടോ? ഇത് കണ്ടോ ഓപ്ഷൻസ്, ലൈറ്റ്സ് എന്നുള്ള ഓപ്ഷൻസ് അത് ഓപ്പൺ ആക്കുക. അപ്പോൾ അവിടെ ലൈൻ ചേഞ്ച് കണ്ടോ? ലൈൻ ചേഞ്ച് ഇപ്പോൾ ഇത് ഓൺ ആയിക്കോട്ടെ. ഇതിപ്പോൾ ഓൾറെഡി ഓണാണ്. അതിൻ്റെ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹൈവേ കൂടെ പോകുമ്പോഴേ ഈ ഇൻഡിക്കേറ്റർ ഉണ്ടോ? ഈ ഇൻഡിക്കേറ്റർ ഞാൻ കാണിച്ചാൽ ഇത് ഒരു പ്രാവശ്യം ജസ്റ്റ് നോക്കുക. അപ്പോൾ ക്ലിക്ക് ആവുന്നതാണ്ട 6 സെക്കൻഡ് ബ്ലിങ്ക് ആവും. ഇനി ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് തിരിക്കണമെങ്കിൽ മൊത്തം ഡൗൺ ചെയ്യുക. അപ്പോൾ അത് കത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇനി നെക്സ്റ്റ് ഫീച്ചറാണ് ഫ്യൂൽ റീസെറ്റ് എന്ന് പറഞ്ഞ സാധനം. ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വേണ്ട. ഇപ്പോൾ നമ്മൾ ട്രിപ്പ് അതായത് ഓരോ ട്രിപ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മൈലേജ് അറിയണം വണ്ടിയുടെ. അതായത് വണ്ടി എടുത്ത സമയം മുതലുള്ള ആവറേജ് മൈലേജ് ആയിരിക്കും ഇതുവരെ കാണിച്ചുകൊണ്ടിരിക്കുക നമുക്ക്. അതിന് പകരം നമുക്കിപ്പോൾ എക്സാക്റ്റ് നമ്മൾ ഈ ഒരു ട്രിപ്പ് പോകുമ്പോൾ എത്ര കൃത്യം മൈലേജ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇത് നമ്മൾ ഈ ട്രിപ്പ് അടിച്ചിട്ട് മറ്റേ ട്രിപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ആ ട്രിപ്പിൻ്റെ മൈലേജ്